കൊച്ചി അമൃത ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്ന ഉഷ ജോസഫ് കുട്ടി എന്ന രോഗിയുടെ ശസ്ത്രക്രിയ പൂർത്തിയായി. രോഗിയുടെ ശരീരത്തിൽ നിന്നും ആർട്ടറി ഫോർസെപ്സ് എന്ന ശസ്ത്രക്രിയാ ഉപകരണം പുറത്തെടുത്തു. ശസ്ത്രക്രിയയ്ക്ക് അമൃത ആശുപത്രിയിലെ ഗ്യാസ്ട്രോ സർജറി വിഭാഗം മേധാവി ഡോക്ടർ ഒ.വി. സുധീർ, യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ കെ.വി. സഞ്ജീവൻ, ഗൈനക്കോളജി വിഭാഗം മേധാവി ഡോക്ടർ രാധാമണി കെ എന്നിവർ നേതൃത്വം നൽകി. കേരള സർക്കാർ നിർദ്ദേശിച്ച എറണാകുളം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ ഗണേഷ് മോഹൻ, സർജറി വിഭാഗം മേധാവി ഡോക്ടർ അബ്ദുൾ സിയാദ് എ.കെ. എന്നിവരും ശസ്ത്രക്രിയയിൽ ഉടനീളം സന്നിഹിതരായിരുന്നു. ശസ്ത്രക്രിയയ്ക്ക് ശേഷം രോഗിയുടെ നില തൃപ്തികരമാണെന്ന് ഡോക്ടർമാർ അറിയിച്ചു. പുറത്തെടുത്ത ഉപകരണം അമ്പലപ്പുഴ പോലീസിന് കൈമാറി. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി അശ്വതി ചേരുന്നുണ്ട്. അശ്വതി, 5 വർഷത്തെ നരകയാതനയ്ക്ക് അവസാനമായിരിക്കുകയാണ്. അത്രയും വേദനയാണ് ഉഷ അനുഭവിച്ചത്. ഇപ്പോൾ ശസ്ത്രക്രിയ പൂർത്തിയായിരിക്കുന്നു. രോഗിയുടെ നിലയും തൃപ്തികരമാണല്ലേ? തീർച്ചയായിട്ടും ഇപ്പോൾ ഉഷ ജോസഫിന്റെ ആരോഗ്യസ്ഥിതി ശസ്ത്രക്രിയയ്ക്ക് ശേഷം തൃപ്തികരമാണ് എന്നാണ് ഡോക്ടർമാർ അറിയിച്ചിരിക്കുന്നത്. അമൃത ആശുപത്രിയിൽ നടന്ന ശസ്ത്രക്രിയയിൽ അവരുടെ ശരീരത്തിൽ ഉണ്ടായിരുന്ന ഈ മെഡിക്കൽ ഉപകരണം മാറ്റിയിരിക്കുകയാണ്. അവരുടെ ശസ്ത്രക്രിയയിലൂടെ അത് പുറത്തെത്തിച്ചിരിക്കുകയാണ്. ആർട്ടറി ഫോർസെപ്സ് എന്ന ശസ്ത്രക്രിയ ഉപകരണമാണ് പുറത്തെടുത്തിരിക്കുന്നത്. അത് പോലീസിന് കൈമാറുകയും ചെയ്തിരിക്കുന്നു. കാരണം ഈ വിഷയത്തിൽ കേസ് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് തൊണ്ടി മുതലായിട്ടാണ് ശരിക്കും വരിക. അപ്പോൾ അതിന്റെ ഭാഗമായി, അന്വേഷണത്തിന്റെ ഭാഗമായി അമ്പലപ്പുഴ പോലീസിന് ഈ ഉപകരണം അമൃത ആശുപത്രി കൈമാറിയിരിക്കുകയാണ്. ഇന്ന് 11 മണിയോടുകൂടിയാണ് ശസ്ത്രക്രിയ ആരംഭിച്ചത്. വളരെ പെട്ടെന്ന് തന്നെ ശസ്ത്രക്രിയ അവസാനിക്കുകയും ചെയ്തിട്ടുണ്ട്. ശസ്ത്രക്രിയയ്ക്ക് അമൃത ആശുപത്രിയിലെ ഗ്യാസ്ട്രോ സർജറി വിഭാഗം മേധാവി ഡോക്ടർ ഒ.വി. സുധീർ, യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ കെ.വി. സഞ്ജീവൻ, ഗൈനക്കോളജി വിഭാഗം മേധാവി ഡോക്ടർ രാധാമണി കെ എന്നിവർ നേതൃത്വം നൽകി. മാത്രമല്ല, ഇത് കേസൊക്കെ ഉള്ള ഒരു വിഷയമായതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാർ നിർദ്ദേശിച്ച 2 ഡോക്ടർമാർ കൂടി ഈ ശസ്ത്രക്രിയയിൽ ഉടനീളം സന്നിഹിതരായിരുന്നു. അത് എറണാകുളം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ ഗണേഷ് മോഹൻ, അതുപോലെ തന്നെ സർജറി വിഭാഗം മേധാവി ഡോക്ടർ അബ്ദുൾ സിയാദ് എ.കെ. എന്നിവരായിരുന്നു ഈ ശസ്ത്രക്രിയയ്ക്ക് അമൃത ആശുപത്രിയിൽ ഡോക്ടർമാർക്ക് പുറമേ ഉണ്ടായിരുന്ന സംസ്ഥാന സർക്കാർ നിയോഗിച്ച സർക്കാർ ഡോക്ടർമാർ. എന്തായാലും ശസ്ത്രക്രിയ നടപടികളൊക്കെ തന്നെ പൂർത്തിയായിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് ഈ മാധ്യമ വാർത്തകളെ തുടർന്ന് വളരെ പെട്ടെന്ന് കെ.സി. വേണുഗോപാൽ എം.പി ഇടപെടുകയും ഈ ഉഷയെ വളരെ വേഗം തന്നെ കൊച്ചി അമൃത ആശുപത്രിയിലേക്ക് എത്തിക്കുകയും ചെയ്തത്. ഇന്നലെയൊക്കെ അവരുടെ CT സ്കാൻ അടക്കമുള്ള പരിശോധനകളായിരുന്നു നടന്നത്. അങ്ങനെ വിദഗ്ധ പരിശോധനകൾക്ക് ശേഷം ഡോക്ടർമാരുടെ ഒരു മെഡിക്കൽ, അതായത് വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലെ ഡോക്ടർമാർ ചേർന്ന ഒരു മെഡിക്കൽ ബോർഡ് യോഗം ചേരുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് ശസ്ത്രക്രിയയിലേക്ക് കടന്നത്. ഇന്ന് രാവിലെ മറ്റ് ഷെഡ്യൂൾ ചെയ്ത ചില അടിയന്തര ശസ്ത്രക്രിയകൾ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഉഷ ജോസഫിന്റെ ശസ്ത്രക്രിയയിലേക്ക് കടന്നിട്ടുള്ളത്. എന്തായാലും ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാവുകയും ഈ മെഡിക്കൽ ഉപകരണം വയറ്റിൽ നിന്ന് പുറത്തെടുക്കുകയും പോലീസിന് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. എത്രയും വേഗം തന്നെ ഉഷയ്ക്ക് ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആയി പോകാൻ സാധിക്കുമെന്നാണ് മനസ്സിലാകുന്നത്. ആരോഗ്യസ്ഥിതി തൃപ്തികരമാണ്. ശരി, അശ്വതിയാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്.